അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 226. عن أبي هريرة رضي الله عنه قال سئل رسول الله صلى الله عليه وسلم عن أكثر ما يدخل الناس الجنة قال تقوى الله وحسن الخلق. وسئل عن أكثر ما يدخل الناس النار فقال الفم والفرج. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാരണങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികരിച്ചത് ഏതാണ്? ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഖ്വല്ലാഹി, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കലാണ്. അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തലും അള്ളാഹു വിരോധിച്ച, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ദൂരീകരിക്കലും, ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തലും, ഇതാണ് തഖ്വ. വഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവവും, ജനങ്ങളോട് എല്ലാവരോടും നല്ല നിലക്കുള്ള പെരുമാറ്റം, സൗമ്യമായ സ്വഭാവം, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ഇങ്ങനെ നല്ല സ്വഭാവവും തഖ്വയുമാണ് മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ വസുഇല അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അന്നാറ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽഫമു വൽ ഫർജു. ഒന്ന് വായയാണ്. വായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നാവ്. വായയിലെ നാവ്, അത് സംസാരിക്കുമ്പോൾ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഗീബത്തും നമീമത്തും കളവും തുടങ്ങി അല്ലാഹു തആല അനുവദിക്കാത്ത വാചകങ്ങൾ പറയൽ, മറ്റുള്ളവരെ ചീത്ത പറയലും കുറ്റം പറയലും അനാവശ്യം പറയലും ഒക്കെയായി നാവ് കൊണ്ട് മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും തെറ്റുകൾ ചെയ്യുന്ന ഒരു അവയവമാണ് നാവ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാവ് കൊണ്ടുള്ള സംസാരം, വായ. രണ്ടാമത്തെ വൽ ഫർജു, ഗുഹ്യസ്ഥാനമാണ്. അതും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും. ദുഷിച്ച ചിന്തകളിലും മറ്റുമൊക്കെ വീണുപോയി അവസാനം തെറ്റു ചെയ്യുകയും അത് നരകത്തിലേക്ക് കടക്കാൻ കാരണമായി തീരുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടുള്ള, ഈ രണ്ട് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യനെ കൂടുതൽ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതും അത് കാരണമായി നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതും. അതുകൊണ്ട് ഇത് രണ്ടും സൂക്ഷിച്ചാൽ അവൻ നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അമലുകൾ ധാരാളം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.